Hello guys, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കാണ് അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ. നോമിനാറ്റീവിൽ നിന്ന് അക്യൂസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ പേഴ്സണൽ പ്രൊനോമൻസിൽ വരുന്ന മാറ്റങ്ങളും അവ മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ സെന്റൻസുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ പഠിച്ചു അക്യൂസാറ്റീവ് കേസ് എന്താണ്, അക്യൂസാറ്റീവ് ആർട്ടിക്കിൾസ് എന്താണ്, അക്യൂസാറ്റീവ് വെർബ്സ്. ഈ ടോപ്പിക്കുകളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടും എക്സാമ്പിൾ സെന്റൻസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊനൗൺസ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, വാട്ട് ആർ പേഴ്സണൽ പ്രൊനൗൺസ് ഇൻ ജർമ്മൻ? എന്താണ് പേഴ്സണൽ പ്രൊനോമൻസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്? ജർമ്മൻ ഭാഷയിൽ പേഴ്സണൽ പ്രൊനൗൺസ് എന്നത് ഒരു നാമത്തിന് പകരം ഉപയോഗിക്കാവുന്ന പദങ്ങളാണ്. ഇത് വ്യക്തികളെയോ വസ്തുക്കളെയോ നേരിട്ട് സൂചിപ്പിക്കുന്നതിനും ഒരേ നാമം ആവർത്തിക്കാതെ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തനം ചെയ്യുന്നതെന്നും ആരുടേതാണ് എന്തെങ്കിലും എന്നും കാണിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനുള്ള ഒരു എക്സാമ്പിൾ സെന്റൻസ് നമുക്ക് നോക്കാം. മരിയ ഗേറ്റ് സുവർ ഷൂളെ. മരിയ സ്കൂളിലേക്ക് പോകുന്നു. ഇതിന് പകരം നമുക്ക് എന്ത് പറയാം? സി ഗേറ്റ് സുവർ ഷൂളെ. അവൾ സ്കൂളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ സി എന്നത് എന്താണ്? മരിയ എന്ന പേരിന് പകരം വച്ചുള്ള പേഴ്സണൽ പ്രൊനൗൺ ആണ്. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പേഴ്സണൽ പ്രൊനൗൺസ് ഇൻ നോമിനാറ്റീവ് ആൻഡ് അക്യൂസാറ്റീവ് കേസ്. പേഴ്സണൽ പ്രൊനൗൺസ് എന്താണെന്നും നോമിനാറ്റീവിൽ നിന്ന് അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊനൗൺസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നും നോമിനാറ്റീവ് കേസിലെ പേഴ്സണൽ പ്രൊനൗൺസ് നമുക്കൊന്ന് റിവൈസ് കൂടി ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് നോമിനാറ്റീവ് കേസിലെ പേഴ്സണൽ പ്രൊനൗൺസ് നോക്കാം. ഇഷ് മീൻസ് ഐ, ദു യു, എർ ഹി, സി ഷീ, എസ് ഇറ്റ്, വിയർ വി, ഇയർ യു, സി ദേ, ക്യാപിറ്റൽ ലെറ്റർ സി യു ഫോർമൽ. ഇനി നമുക്ക് അക്യൂസാറ്റീവ് കേസിലെ പേഴ്സണൽ പ്രൊനൗൺസ് നോക്കാം. മിഷ് മീ, ദിഷ് യു, ഈൻ ഹിം, സി ഹെർ, എസ് ഇറ്റ്, ഉൻസ് അസ്, ഓയിഷ് യു, സി ദം, ക്യാപിറ്റൽ ലെറ്റർ എസ് സി യു ഫോർമൽ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫ്രം നോമിനാറ്റീവ് ടു അക്യൂസാറ്റീവ് കേസ്. ഇഷ് ചേഞ്ചസ് ടു മിഷ്, ദു ചേഞ്ചസ് ടു ദിഷ്, എർ ചേഞ്ചസ് ടു ഈൻ. The personal pronouns C and S remain the same in both the cases. And wir changes to uns, ear changes to oish. The formal C is also same like nominative case. അക്യൂസാറ്റീവ് കേസിലെ പേഴ്സണൽ പ്രൊനൗൺസ് എന്താണെന്നും നോമിനാറ്റീവ് കേസിൽ നിന്ന് അക്യൂസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പേഴ്സണൽ പ്രൊനൗൺസിൽ വരുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. ഓരോ പേഴ്സണൽ പ്രൊനൗൺസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ സെന്റൻസുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ സെന്റൻസുകളിൽ വരുന്ന മാറ്റവും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി നോമിനാറ്റീവ് കേസിലെ സെന്റൻസുകളും നമ്മൾ റെഫർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺ ഈസ് ഇഷ് ചേഞ്ചസ് ടു മിഷ്. The example sentence is Ich gehe zur Schule. I go to school. ഇതൊരു നോമിനാറ്റീവ് സെന്റൻസ് ആണ്. ഇതിൽ സബ്ജക്റ്റ് ആയി വന്നിരിക്കുന്നത് ഇഷ്, വെർബ് ഗെയിൻ, ടു ഗോ. ഇനിയാണ് അക്യൂസാറ്റീവ് കേസ്. എർ സീറ്റ് മിഷ്, ഹി സീസ് മീ. ഇതിലെ സബ്ജക്റ്റ് എന്താണ്? എർ, വെർബ് സേൻ. അതിൻ്റെ കോൺജുഗേറ്റഡ് ഫോമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് മിഷ്. അടുത്തതാണ് ദു ചേഞ്ചസ് ടു ദിഷ്. ദ എക്സാമ്പിൾ സെന്റൻസ് ഈസ് ദു സ്പീൽസ്റ്റ് ഗിറ്റാറെ, യു പ്ലേ ഗിറ്റാർ. ഇതിലെ സബ്ജക്റ്റ് ആണ് ദു, വെർബ് സ്പീൽസ്റ്റ്. ഇതൊരു നോമിനാറ്റീവ് കേസാണ്. അക്യൂസാറ്റീവ് കേസാണ് ഇഷ് ഹ്യൂറെ ഡിഷ്, ഐ ഹിയർ യു. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റ് ഇഷ്, വെർബ് ഹ്യൂറെ, ഒബ്ജക്റ്റ് ആണ് ദിഷ്. ദു ചേഞ്ചസ് ടു ഡിഷ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് എർ ചേഞ്ചസ് ടു ഈൻ. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസ് ആണ് എർ കോംഡ് ഔസ് ബെർലിൻ, ഹി കംസ് ഫ്രം ബെർലിൻ. ഇതൊരു നോമിനാറ്റീവ് കേസാണ്. ഇതിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എർ, വെർബ് കൊമ്മൻ. അക്യൂസാറ്റീവ് കേസിലേക്ക് കടക്കുമ്പോൾ വി ആർ കെന്നൻ ഈൻ, വി നോ ഹിം.
ഇതിൽ സബ്ജക്റ്റ് വിയർ, വെർബ് കെൻ, ഒബ്ജക്റ്റ് ആണ് ഈൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സി മീൻസ് ഷീ. നോമിനാറ്റീവ് കേസിലും അക്യുസാറ്റീവ് കേസിലും ഈ പേഴ്സണൽ പ്രൊനൗമൺ സെയിം ആണ്. ഇതിനുള്ളൊരു എക്സാമ്പിൾ നോമിനാറ്റീവ് കേസ് നമുക്ക് നോക്കാം. സി ഈസ്റ്റ് മ്യൂഡേ, ഷീ ഈസ് ടയേർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സി, വെർബ് ഈസ്റ്റ്. ഇനി നമുക്ക് നോമിനാറ്റീവ് കേസിലേക്ക് നോക്കാം. ഈഷ് ട്രഫേ സി ഇൻ പാർക്ക്, ഐ മീറ്റ് ഹെർ ഇൻ ദ പാർക്ക്. ഇതിലെ സബ്ജക്റ്റ് ആണ് ഈഷ്, വെർബ് ട്രഫേ, ഇതിലെ ഒബ്ജക്റ്റ് ആണ് സി. ദ നെക്സ്റ്റ് വൺ ഈസ് എസ്. ദിസ് പേഴ്സണൽ പ്രൊനൗമൺ ഈസ് ഓൾസോ സെയിം ഇൻ ബോത്ത് ദ കേസസ്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസ് ആണ് എസ് ഈസ്റ്റ് കാൾഡ് ഹോയ്റ്റെ, ഇറ്റ്സ് കോൾഡ് ടുഡേ. ഇതൊരു നോമിനാറ്റീവ് സെന്റൻസ് ആണ്. ഇതിലെ സബ്ജക്റ്റ് ആണ് എസ്, വെർബ് ആണ് ഈസ്റ്റ്. ഇനി നമുക്ക് അക്യുസാറ്റീവ് കേസിലേക്ക് കടക്കാം. ഇഷ് ഫിൻഡെ എസ് ഇൻട്രസെന്റ്, ഐ ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. സബ്ജക്റ്റ് ആണ് ഇഷ്, ഇതിലെ വെർബ് ആണ് ഫിൻഡെ, ഒബ്ജക്റ്റ് ആണ് എസ്. ദ നെക്സ്റ്റ് വൺ ഈസ് വിയർ. In accusative case, wir changes to uns. The first example is wir spielen im Park. We are playing in the park. ഇതിലെ സബ്ജക്റ്റ് ആണ് wir, verb spielen. ഇത് നോമിനാറ്റീവ് കേസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. The accusative case sentence is sie sehen uns, they see us. ഇതിലെ സബ്ജക്റ്റ് ആണ് see, verb sehen, ഒബ്ജക്റ്റ് ആണ് uns. The next one is ear. Ear changes to oish. The first example for nominative case is ear seid lustig, you all are funny. ഇതിലെ സബ്ജക്റ്റ് ആണ് ear, verb seid. The next example for accusative case is ich höre euch, I hear you all. Subject ആണ് ich, verb hören, object euch. The next one is see. This is also same like nominative case. The meaning changes from they to them. Sie sind glücklich, they are happy. ഇതിലെ സബ്ജക്റ്റ് ആണ് see, verb sind. In accusative case, wir kennen sie, we know them. Subject ആണ് wir, verb kennen, object see. The next and last one is formal see. This is also same like nominative case. നോമിനാറ്റീവ് കേസിൽ ഈ പേഴ്സണൽ പ്രൊനൗമൺ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് സി സിന്ത് ഫ്രോണ്ട്ലിഷ്, യു ആർ ഫ്രണ്ട്ലി. ഇതിലെ സബ്ജക്റ്റ് ആണ് സി, വെർബ് സിന്ത്. ഇത് അക്യുസാറ്റീവ് കേസിലേക്ക് വരുമ്പം ഇഷ് സേ സി, ഐ സി യു. സബ്ജക്റ്റ് ആണ് ഇഷ്, വെർബ് സേൻ, ഒബ്ജക്റ്റ് സി. ഓക്കെ, അക്യുസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ പേഴ്സണൽ പ്രൊനൗൺസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നും പുതിയ പേഴ്സണൽ പ്രൊനൗൺസ് എന്തൊക്കെയാണെന്നും അതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അക്യുസാറ്റീവ് കേസ് എന്താണെന്നും എന്തൊക്കെയാണ് അക്യുസാറ്റീവ് ആർട്ടിക്കിൾസ് എന്നും അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് എന്തൊക്കെയാണെന്നും അക്യുസാറ്റീവ് വെർബ്സ്, അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗൺസ്, അക്യുസാറ്റീവ് കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ ടോപ്പിക്കുകളെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അക്യുസാറ്റീവ് കേസിനെ കുറിച്ചും ഈ റിലേറ്റഡ് ടോപ്പിക്സുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ എക്സാമ്പിൾ സെൻറ്റൻസുകളും മറ്റു ഉദാഹരണങ്ങളും വെച്ചുള്ള ഈ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബിസ് ബാൾഡ്, ചൂസ്.